പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഈ ലോറിയുടെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പം ഇന്ന് വീണ്ടും ഇടാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ലോറി അന്ന് ഇതിൻ്റെ ജോയിൻ ഷാഫ്റ്റ് ഒടിഞ്ഞിട്ടാണ് അന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടത്. അത് 6 ദിവസം ലോറി കിടന്നു. ഇന്ന് 6ാം ദിവസമാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. വൈകിട്ട് ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ പാർട്സ് അവർ ഇറക്കിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എറണാകുളത്തു നിന്ന് ഇതിൻ്റെ ഈ ഷാഫ്റ്റ് ഇവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ലേത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ബെയറിങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ ഭാഗത്ത് ബെയറിങ് വീണ്ടും ചെയ്തു. അങ്ങനെ ഇവർ വീണ്ടും പിടിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. സന്ധ്യയോട് അടുത്താണ് ഇവരിത് പിടിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഇവരോട് തിരക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇത് വേറെ ഇപ്പം ബിൽഡ് ചെയ്യാനുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സെയിം സാധനം ഇല്ല, ഒരിടത്തും ഇല്ല. അപ്പം ഇത് എറണാകുളത്തു നിന്ന് ഇവർ ഇതുപോലെ തന്നെ ഒരു സാധനം കൊണ്ടുവന്നാണ്, ഇതിന് സൂട്ടാവുമെന്നും വെച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് പിടിപ്പിക്കുകയാണ്. ഇത് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു പ്രശ്നമുണ്ടായി, ഇത് തമ്മിൽ ചേരുന്നില്ല. അപ്പോൾ ഇവർ ആദ്യം ഇത് ഇട്ടെല്ലാം കഴിഞ്ഞ് മുറുക്കിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീണ്ടും തല്ലി ഉരണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് കോട്ടയത്ത് കൊണ്ടുപോയി ലേത്തെ കൊണ്ടുപോയി ഇവർ ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും പിടിപ്പിക്കുന്ന ഭാഗമാണ്. ഇവർ ഈ പണി സന്ധ്യയായപ്പം തുടങ്ങിയിട്ട് നേരം വെളുത്തിട്ടും ഇതിൻ്റെ പണി തീർന്നില്ല. ഞാൻ സന്ധ്യയ്ക്ക് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിന്ന് പോയി. അതിനുശേഷം ഞാൻ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേന് കോട്ടയത്തിന് പോകാൻ വേണ്ടി വന്നപ്പോഴത്തേനാണ് ഇതിൻ്റെ പണി തീർന്ന് ലോറി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന കാഴ്ച കണ്ടത്. അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ആക്സിൽ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത്. അത് അന്നേരത്തെ പെട്ടെന്നുള്ളൊരു ഇതിന് ഞങ്ങൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിന് കമൻ്റ് ഇട്ടായിരുന്നു, ഇതിൻ്റെ ജോയിൻ്റ് ഷാഫ്റ്റാണ് ഒടിഞ്ഞെന്നും പറഞ്ഞ്. അത് ശരിയാണ്. അത് ഈ വണ്ടി ഇവിടെ കിടന്നപ്പോഴത്തേന് ഈ 6 ദിവസം കിടക്കാന്ന് പറഞ്ഞാൽ വഴി മുഴുവൻ ഒന്നതുകൊണ്ട് വഴിക്ക് വീതി കുറവായിരുന്നു. ഇത്രയും വില കൂടി ഒരു വാഹനം ഇറക്കി വിട്ടിട്ട് കമ്പനിക്കാരന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കൈയൊഴിയുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ സർവീസിങ്ങും ഒന്നുമില്ല. ഇവിടെ എറണാകുളത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ. ഇതിൻ്റെ സെയിം പാർട്സ് കിട്ടുമായിരുന്നു ഇവർക്ക് പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. അത് അന്നേരം തന്നെ ഇട്ട് മുറുക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ. അപ്പോൾ ഇത് കണ്ടോ, സന്ധ്യയോടടുത്ത് മൊബൈലിൻ്റെ വെട്ടത്തിലാണ് അവർ പണിയുന്നത്. ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ബാറ്ററി ഇവിടെ ഇത്ര 6 ദിവസം കിടന്നപ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി. അപ്പം ബാറ്ററി ആയിട്ട് ഒരു കൂട്ടം ഇവിടെ വന്നായിരുന്നു. അന്നേരം ഒന്നും പണി തീരാഞ്ഞുകൊണ്ട് അവർ പിന്നെ തിരിച്ചു പോയി. അന്നേരം ഇത് പിടിപ്പിച്ച ഉടനെ സ്റ്റാർട്ട് ആകുമല്ലോ എന്നുള്ളതാണ് കൂട്ടിലാണ് ബാറ്ററിയും കൊണ്ട് വന്നത്. അങ്ങനെ ലോറി മഹാരാഷ്ട്രയ്ക്ക് പോകുന്ന കാഴ്ചയാണിത്.